തീരദേശ പ്രദേശമായ കഫർനഹൂമിലെ പത്രോസിന്റെ ഭവനം എന്നറിയപ്പെടുന്നതും യേശുവിനായി തുറന്നുകൊടുത്തതുമായ ഭവനത്തിൽ യേശു വചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ 4 പേർ ചുമന്ന് ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ പുരുഷാര നിമിത്തം അകത്ത് കടപ്പാൻ കഴിയാതെ വണ്ണം യേശു ഇരുന്നിരുന്ന വീടിൻ്റെ മേൽപ്പൂര പൊളിച്ചു തുറന്ന് പക്ഷപാതക്കാരൻ്റെ കിടക്കയോടുകൂടെ താഴേക്ക് ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ശാസ്ത്രിമാർ, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് തങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചു. അവർ ഉള്ളിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഉടനെ ആത്മാവിൽ ഗ്രഹിച്ച യേശു, ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അവർ അറിയേണ്ടതിനെ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോക എന്ന് പക്ഷപാതക്കാരനോട് അരുളി ചെയ്തു. ഉടനെ അവരെല്ലാവരും കാണുകെ കിടക്കയും എടുത്ത് പുറപ്പെട്ടു പോവുകയും ജനം എല്ലാവരും വിസ്മയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. നാം ഈ കേട്ട സംഭവകഥ മർക്കോസ് സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഗലീല ശുശ്രൂഷയുടെ പ്രാരംഭഘട്ടത്തിൽ അവൻ്റെ താൽക്കാലിക ആസ്ഥാനമായി മാറിയ കഫർനഹൂം എന്ന തീരദേശ നഗരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. 4 പേരുടെ വിശ്വാസവും ഐക്യവും ഒത്തുചേർന്നപ്പോൾ തൻ്റെ സുഹൃത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യമാണ് ഈ കഥയിലൂടെ വെളിവാകുന്നത്. കൂടാതെ ഈ സംഭവം ചില ആത്മീയ സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഒന്ന്, യേശു ഇരുന്ന വീട് പൊളിച്ചപ്പോൾ ആ പക്ഷപാതക്കാരൻ്റെ ശാരീരിക സൗഖ്യത്തെക്കാൾ ഉപരി ആത്മീയമായ മാറ്റം, അതായത് തൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. യേശു ഇരുന്ന വീട് പൊളിച്ചപ്പോൾ പക്ഷപാതക്കാരൻ്റെ പാപം മോചിക്കപ്പെട്ടപ്പോൾ, യേശു ആയിരുന്ന ശരീരമാകുന്ന ഭവനം പൊളിച്ചപ്പോൾ മാനവരാശിയുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. അതായത് യേശുവിൻ്റെ ശരീരമാകുന്ന ഭവനം. മാത്രമല്ല, ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന ശാസ്ത്രിമാരുടെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ദൈവമാണെന്ന് വെറുതെ പറയുകയല്ല ചെയ്തത്, പ്രവൃത്തിയിലൂടെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ജനം അല്ലെങ്കിൽ ശാസ്ത്രിമാർ വിശ്വസിച്ചിരുന്ന കാര്യം യേശു പ്രവർത്തിക്കുകയും, അതായത് പാപങ്ങൾ മോചിച്ചു കൊടുക്കുകയും അതിൻ്റെ തെളിവായി പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് കിടക്കിയെടുത്ത് അവരുടെ മുന്നിൽ കൂടെ പോകുകയും ചെയ്തതിൽ കൂടെ യേശു ആരാണെന്ന് അവരുടെ മുന്നിൽ വ്യക്തമാക്കി അല്ലെങ്കിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, പാപത്തിൻ്റെ ഭാരം നിങ്ങൾ അലട്ടുന്നുവെങ്കിൽ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി കടന്നു വന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രം. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തരും. ദൈവിക സമാധാനത്താൽ നിങ്ങൾ നിറയും. ദൈവം ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.